അപ്പൊ ആര്യയുടെ അമ്മയും ഞാനും പണ്ടേ നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. അതുപോലെ ആര്യയുടെ അനിയത്തി അഞ്ചു ആണെങ്കിൽ അഞ്ചു എന്റെ സ്വന്തം അനിയത്തെ പോലെയാണ്. ഒരു ഞാൻ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ സമയത്ത് അഞ്ചിന്റെ ഡയറി ഞാൻ ഒരു ദിവസം അഞ്ചു അറിയാം, അവളിപ്പോഴേക്കും അറിയുന്നു. ഞാൻ ഒരു ദിവസം അഞ്ചിന്റെ മുറി കയറി പോയിട്ട് ചുമ്മാ വേറെ എന്താ തപ്പുമായിരുന്നു, ഒരു ഡ്രോ ഒരു ഡയറി, കൊള്ളാലോ ഡയറി തുറന്നു, ഞാൻ വായിച്ച ഇവളുടെ ഡയറി അവളിപ്പോഴാണ്. അപ്പൊ അവൾ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവളുടെ ഇവർ രണ്ടുപേരും അച്ഛനോട് ഭയങ്കര കണക്കാണ്. അപ്പൊ അച്ഛൻ എഴുതിയ ഒരു ലെറ്ററാണ്. അപ്പൊ അതിൽ എപ്പോഴും അഞ്ചു എഴുതിയിട്ടുണ്ട്, എന്നെയും ആരെയും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ കല്യാണം കഴിച്ച് സൂപ്പർ ആയിരിക്കും. അവർ കല്യാണം ദേ ആർ മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അച്ഛനൊരു കത്ത് എഴുതി. ഓക്കെ കൊള്ളാം. അപ്പൊ എവിടെ ഇവരൊക്കെ ആഗ്രഹിച്ചതായിരുന്നു ഈ കാര്യങ്ങള്. ഇത് ആര്യനോട് പറഞ്ഞിരുന്നോ? ആര്യയുടെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ്? സന്തോഷമായിരുന്നു ഒബ്വിയസ്ലി. അല്ല ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാണ് ഇതൊക്കെ? അതെ, ഇത് കഴിഞ്ഞിട്ടാണ് ആര്യോട് ഇതൊക്കെ പറയുന്നത്. അതെ അതെ ഒബ്വിയസ്ലി യെസ്. ചിലപ്പോൾ ആര്യടുത്തും ഞങ്ങളുടെ പല സുഹൃത്തുക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആര്യക്ക് ഇത് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും. അതെ, എനിക്ക് ചിലപ്പോൾ അവന്റെ മനസ്സിൽ അങ്ങനെ ഇല്ലെങ്കിലോ.